ഷെർലക് ഹോംസ് സ്റ്റോറി കോപ്പർ ബീച്ചസ് ഭാഗം 2. ഇല്ല സാർ, അയാളുടെ വാക്ക് കേട്ടിട്ട് അമ്പരന്നുകൊണ്ട് ഞാൻ പറഞ്ഞു. അതുപോലെ ഇവിടെ ഇരിക്കൂ അവിടെ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞാൽ അതിലും വിരോധം തോന്നരുത്. ഓ ഇല്ല സാർ. അതുപോലെ ഞങ്ങളുടെ കൂടെ വരും മുമ്പ് തലമുടി കുറച്ച് മുറിച്ച് ചെറുതാക്കണമെന്ന് പറഞ്ഞാലോ? എനിക്കെൻ്റെ ചെവികളിൽ വിശ്വസിക്കാനായില്ല മിസ്റ്റർ ഹോംസ്. താങ്കൾ ശ്രദ്ധിച്ചിരിക്കാം, എനിക്ക് സാമാന്യം ഇടതൂർന്ന തലമുടിയുണ്ട്. അതും കടും തവിട്ട് നിറത്തിൽ, വളരെ മനോഹരമായ മുടി. ഉടനടി അത് മുറിച്ചു കളയുന്നതിനെ കുറിച്ച് എനിക്ക് സ്വപ്നം കാണാൻ കൂടി കഴിയുമായിരുന്നില്ല. ഞാൻ പറഞ്ഞു, അത് അസാധ്യമായ ഒരു കാര്യമാണ്. അയാൾ താല്പര്യത്തോടെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അത് പറഞ്ഞപ്പോൾ അയാളുടെ മുഖം മങ്ങി. എന്നിട്ട് അയാൾ പറഞ്ഞു, അതെൻ്റെ ഭാര്യയുടെ ഒരു മാനസിക ചാബല്യമാണ്. സ്ത്രീകളുടെ ചാബല്യങ്ങൾ പരിഗണിക്കണമല്ലോ. അപ്പോൾ നിങ്ങൾ മുടി മുറിക്കില്ലേ? ഇല്ല സാർ, എനിക്കത് സാധ്യമല്ല, ഞാൻ തറപ്പിച്ച് പറഞ്ഞു. ആ കൊള്ളാം, എന്നാൽ പിന്നെ കാര്യം തീർന്നു. അതൊരു കഷ്ടമാണ്, കാരണം ബാക്കി കാര്യങ്ങളിലെല്ലാം നിങ്ങൾ വാസ്തവത്തിൽ വളരെ നന്നായി യോജിക്കുന്നു. അങ്ങനെയെങ്കിൽ മിസ് ടോപ്പർ, എനിക്ക് മറ്റു ചില യുവതികളെ കൂടി നോക്കേണ്ടതുണ്ട്. ഞങ്ങൾ രണ്ടുപേരോടും ഒന്നും പറയാതെ സ്റ്റോപ്പർ അവിടെ ഇരുന്ന് ധൃതിയിൽ കടലാസുകൾ പരതുകയായിരുന്നു. പക്ഷേ അസഹ്യതയാർന്ന മുഖഭാവത്തോടെ അവരെന്നെ നോക്കി. എൻ്റെ നീരസം മൂലം അവർക്ക് കിട്ടേണ്ട നല്ല കമ്മീഷൻ നഷ്ടപ്പെട്ടു എന്നെനിക്ക് തോന്നി. ഇത്രയും നല്ലൊരു ജോലി കിട്ടിയിട്ടും അത് നിരസിച്ച നിങ്ങളുടെ പേര് ഈ ബുക്കിൽ ഇനിയും സൂക്ഷിക്കണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം? സ്റ്റോപ്പർ എന്നോട് ചോദിച്ചു. ദയവായി മിസ്സസ് സ്റ്റോപ്പർ, എനിക്ക് ഈ ജോലിയോട് താല്പര്യമില്ല, അതാണ്. അതുകൊണ്ട് ബുക്കിൽ നിന്ന് എൻ്റെ പേര് വെട്ടരുത്. ഏറ്റവും നല്ല വാഗ്ദാനം ഈ രീതിയിൽ നിങ്ങൾ നിരസിച്ച നിലയ്ക്ക് സത്യത്തിൽ അതുകൊണ്ട് പ്രയോജനമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇതുപോലെ മറ്റൊരു ജോലി നിങ്ങൾക്കായി തേടിപ്പിടിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട മിസ്റ്റർ ഹണ്ടർ. നമസ്കാരം. അവർ മേശപ്പുറത്തിരുന്ന ചങ്ങലയിൽ ഒന്നടിച്ചു. ഒരു ഭൃത്യൻ എനിക്ക് പുറത്തേക്കുള്ള വഴിയും കാട്ടിത്തന്നു. മിസ്റ്റർ ഹോംസ്, ഞാൻ താമസ സ്ഥലത്ത് തിരിച്ചെത്തി. അവിടെ ഭക്ഷണത്തിന് കാര്യമായൊന്നും ബാക്കിയുണ്ടായിരുന്നില്ല. മേശപ്പുറത്ത് കൊടുത്തു തീർക്കേണ്ട 2-3 ബില്ലുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ മണ്ടത്തരമല്ലേ ഞാൻ കാണിച്ചത് എന്നെനിക്ക് സ്വയം ചോദിക്കാൻ തുടങ്ങി. എങ്കിലും ആ അസാധാരണത്വത്തിന് വില കൊടുക്കാനും അവർ തയ്യാറാണല്ലോ. ഇംഗ്ലണ്ടിൽ ചുരുക്കം ചില ആയമാർക്കേ ആണ്ടിൽ 100 പവൻ കിട്ടുന്നുള്ളൂ. അതിനു പുറമെ എൻ്റെ തലമുടി കൊണ്ട് എനിക്ക് എന്താണ് പ്രയോജനം? മുടിയുടെ നീളം കുറയ്ക്കുന്നത് കൊണ്ട് പലരുടെയും സ്ഥിതി മെച്ചപ്പെട്ടിട്ടുമുണ്ട്. ഒരുപക്ഷെ ഞാനും ആ കൂട്ടത്തിൽ ഉൾപ്പെട്ടേക്കാം. ഞാനൊരു തെറ്റു ചെയ്തു എന്ന വിചാരം പിറ്റേ ദിവസം മുതൽ എനിക്കുണ്ടായി. ഒരു ദിവസം കൂടി കഴിഞ്ഞപ്പോൾ അത് തീർച്ചയായി. എൻ്റെ ദുരഭിമാനത്തെ ഞാൻ മിക്കവാറും കീഴടക്കി. ഏജൻസിയുടെ അടുത്ത് ചെന്ന് ആ ജോലി ഇപ്പോഴും ഒഴിവാണോ എന്ന് അന്വേഷിച്ചു. പിന്നീടാണ് ആ മാന്യനിൽ നിന്നും ഈ കത്ത് കിട്ടിയത്. ഇതാ, ഞാനത് വായിക്കാം. കോപ്പർ ബീച്ചസ്, വിൻചെസ്റ്ററിന് സമീപം. പ്രിയപ്പെട്ട മിസ് ഹണ്ടർ, മിസ് ടോപ്പർ ദയാപൂർവം നിങ്ങളുടെ മേൽവിലാസം എനിക്ക് തന്നു. നിങ്ങളുടെ തീരുമാനം പുനഃപരിശോധിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുവാനാണ് ഇതെഴുതുന്നത്. നിങ്ങൾ വരണമെന്ന കാര്യത്തിൽ എൻ്റെ ഭാര്യയ്ക്ക് അതീവ താല്പര്യമുണ്ട്. കാരണം നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ വിവരണം അവളെ വല്ലാതെ ആകർഷിച്ചിരിക്കുന്നു. 3 മാസം കൂടുമ്പോൾ 30 പവൻ വീതമോ ആണ്ടിൽ 120 പവനോ തരുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളുടെ ആശയഭ്രമങ്ങൾ മൂലം നിങ്ങൾക്കുണ്ടാവുന്ന അല്പം ചില അസൗകര്യങ്ങൾക്ക് ഈ തുക നഷ്ടപരിഹാരമാവും. ആ ഭ്രമങ്ങൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവയല്ല. എന്തായാലും ഒരു പ്രത്യേക തരം നീല നിറത്തിൽ എൻ്റെ ഭാര്യയ്ക്ക് താല്പര്യമുണ്ട്. രാവിലെ വീട്ടിനുള്ളിലായിരിക്കുമ്പോൾ നിങ്ങളും അത്തരം വസ്ത്രം ധരിക്കണമെന്ന് താല്പര്യപ്പെടും. അത്തരമൊന്ന് വാങ്ങുക എന്ന ചെലവ് നിങ്ങൾ ചെയ്യേണ്ട. കാരണം എൻ്റെ മകൾ ആലീസിൻ്റെ വക ഒരെണ്ണം ഇവിടെ ഇരിപ്പുണ്ട്. അവളിപ്പോൾ ഫിലാഡൽഫിയയിലാണ്. അത് നിങ്ങൾക്ക് പാകമാകുമെന്ന് ഞാൻ കരുതുന്നു. പിന്നെ അങ്ങിങ്ങിരിക്കുന്നത് കൊണ്ടോ സൂചിപ്പിക്കുന്ന ഏതെങ്കിലും തരത്തിൽ സ്വയം രസിക്കുന്നത് കൊണ്ടോ നിങ്ങൾക്ക് വലിയ അസൗകര്യമുണ്ടാകില്ല. തലമുടിയെ സംബന്ധിച്ചിടത്തോളം അത് കഷ്ടം തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഹ്രസ്വമായ കൂടിക്കാഴ്ചയിൽ ഞാനതിൻ്റെ ഭംഗി ശ്രദ്ധിച്ച ശേഷം. എന്നാൽ ആ നിബന്ധനയിൽ ഉറച്ചു നിൽക്കാതെ തരമില്ല. നിങ്ങളുടെ നഷ്ടത്തിന് വർദ്ധിച്ച ശമ്പളം പരിഹാരമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ചുമതലകൾ ലഘുവാണ്. വരാൻ ശ്രമിക്കൂ. വിൻചെസ്റ്ററിൽ ഞാൻ വണ്ടിയുമായി നിങ്ങളെ സന്ധിക്കാം. നിങ്ങൾ ഏത് വണ്ടിക്ക് വരുമെന്ന് അറിയിക്കൂ. വിധേയൻ, ജെഫ്രോ റുക്കാസിൽ. മിസ്റ്റർ ഹോംസ്, എനിക്കിപ്പോൾ കിട്ടിയ കത്ത് ഇതാണ്. ഞാനത് സ്വീകരിക്കാൻ തീരുമാനിച്ചു.
പക്ഷേ കാര്യങ്ങളൊക്കെ താങ്കളോടും കൂടി ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി. ശരി മിസ് ഹണ്ടർ, നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞതിൽ പ്രശ്നം അവസാനിച്ചു, മന്ദഹസിച്ചുകൊണ്ട് ഹോംസ് പറഞ്ഞു. അത് നിരസിക്കുവാൻ നിങ്ങൾ ഉപദേശിക്കുകയില്ലല്ലോ അല്ലേ ഹോംസ്? എൻ്റെ ഒരു സഹോദരി ഇത്തരമൊരു പരതസ്ഥിതിയിൽ ജോലിക്ക് അപേക്ഷിക്കുന്നത് എനിക്ക് ഇഷ്ടമാവില്ലെന്ന് ഞാൻ തുറന്നു പറയട്ടെ. ഹോംസ്, എന്താണ് ഇതിൻ്റെ എല്ലാം അർത്ഥം? താങ്കൾക്ക് എന്ത് തോന്നുന്നു? എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. ഒരു പക്ഷേ നിങ്ങൾ തന്നെ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് ഒരു രൂപം മനസ്സിലുണ്ടാക്കി കാണും. ശരിയാണ് മിസ്റ്റർ ഹോംസ്. മിസ്റ്റർ റൂക്കാസിൻ ദയവുള്ള ഒരു മനുഷ്യനും നല്ല പ്രകൃതക്കാരനുമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അയാളുടെ ഭാര്യ ഭ്രാന്തി ആയിരിക്കാം. അവളെ ഒരു ഭ്രാന്താശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടി വരുമോ എന്ന ഭയത്താൽ അയാൾ അത് രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാകാം. ഒരു പൊട്ടിത്തെറിക്കൽ ഒഴിവാക്കാൻ വേണ്ടി അവരുടെ പിരിയിളക്കങ്ങളും അയാൾ അനുനയപൂർവ്വം നിറവേറ്റുകയാവാം. അത് ഒരു സാധ്യതയുള്ള കാര്യമാണ് മിസ് ഹെൻഡർ. കിടപ്പുവശം നോക്കുമ്പോൾ ഏറ്റവും സാധ്യതയുള്ള ഒന്നാണ് അത്. പക്ഷേ എങ്ങനെയായാലും അതൊരു യുവതിക്ക് ചേർന്ന കുടുംബമായി എനിക്ക് തോന്നുന്നില്ല. പക്ഷേ മിസ്റ്റർ ഹോംസ്, പണം? ഓ ശരി, ശമ്പളം നല്ലതാണ്, വളരെ മെച്ചം. അതാണ് എന്നെ അസ്വസ്ഥനാക്കുന്നത്. 40 പവന് ഒരാളെ കിട്ടുമെന്നിരിക്കെ എന്തിനാണ് അവർ നിങ്ങൾക്ക് 120 പവൻ തരുന്നത്? അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണും. അതാണ് ഹോംസ് ഞാനും ഇങ്ങനെ ആലോചിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണാൻ വരാമെന്ന് തീരുമാനിച്ചത്. ഭാവിയിൽ നിങ്ങളുടെ സഹായം വേണ്ടിവരികയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ എൻ്റെ പിന്നിലുണ്ടെങ്കിൽ എനിക്ക് അത്രയും കരുത്തു തോന്നും. മിസ് ഹണ്ടർ, നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും. ആധൈര്യത്തോടെ നിങ്ങൾക്ക് പോവാം. കുറേ മാസങ്ങൾക്കുള്ളിൽ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള പ്രശ്നങ്ങളിൽ വെച്ച് ഏറ്റവും രസകരം നിങ്ങളുടെ പ്രശ്നമാണ്. ചില കാര്യങ്ങളിൽ ഇത് തികച്ചും പുതുമയുള്ളതാണ്. സംശയാസ്പദമായ സാഹചര്യത്തിലോ അപകടത്തിലോ നിങ്ങൾ പെട്ടതായി നിങ്ങൾക്ക് തോന്നിയാൽ. അപകടമോ? എന്ത് അപകടമാണ് ഹോംസ് നിങ്ങളിവിടെ കാണുന്നത്? ഹോംസ് സഗൗരവം തലകുലുക്കി. നമുക്ക് നിർവചിക്കാനാകുമെങ്കിൽ അത് അപകടമല്ലാതായിത്തീരും. രാത്രിയായാലും പകലായാലും ഒരു കമ്പി കിട്ടിയാൽ ഞാൻ നിങ്ങളുടെ സഹായത്തിനെത്തും. അത് മതി ഹോംസ്. മുഖത്തു നിന്നും എല്ലാ ഉത്കണ്ഠയും മാറ്റിക്കൊണ്ട് അവൾ കസേരയിൽ നിന്നും എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, അപ്പോൾ ഞാൻ മനസ്സമാധാനത്തോടെ ഹാംഷെയറിലേക്ക് പോവാം. ഉടൻ തന്നെ ഞാൻ റൂക്കാസിന് എഴുതും. എൻ്റെ മുടി ഇന്ന് രാത്രിയിൽ മുറിക്കും. നാളെ വിൻചെസ്റ്ററിലേക്ക് തിരിക്കും. ഹോംസിനോട് നന്ദി സൂചകമായി ഏതാനും വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവൾ വിടവാങ്ങി. അവൾ കോണിപ്പടി ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, സ്വന്തം കാര്യം നോക്കാനായെങ്കിലും ആ യുവതി പ്രാപ്തയായെന്ന് തോന്നുന്നു. അവൾക്കങ്ങനെ വേണ്ടിവരും, ഹോംസ് സഗൗരവം പറഞ്ഞു. ഏറെ ദിവസം കഴിയും മുമ്പ് അവളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കേൾക്കാം. ഏറെ കഴിയും മുമ്പ് എൻ്റെ സുഹൃത്തിൻ്റെ പ്രവചനം നിറവേറി. 2 ആഴ്ച കഴിഞ്ഞു. എൻ്റെ ചിന്തകൾ ഇക്കാലത്ത് കൂടെ കൂടെ അവളിലേക്ക് തിരിഞ്ഞു. എന്തൊക്കെ അസാധാരണമായ മാനുഷിക അനുഭവങ്ങളിലേക്കാണ് ഏകാകിനിയായ ഈ സ്ത്രീ കടന്നു ചെന്നത് എന്ന് അത്ഭുതപ്പെട്ടു. അസാധാരണമായ ശമ്പളം, വിസ്മയകരമായ വ്യവസ്ഥകൾ, നിസാരമായ ചുമതലകൾ എല്ലാം അസാധാരണമായ ഒന്നിലേക്ക് വിരൽ ചൂണ്ടി. ഒരു പിരിയിളക്കമോ അതോ ഗൂഢാലോചനയോ? അയാൾ ഒരു ഉപകാരിയോ അതോ നിഷ്ഠൂരനോ? തീരുമാനിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഹോംസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അരമണിക്കൂറോളം പുരികം ചുളിച്ച് ചിന്താധീനനായി ഇരിക്കുന്നത് ഞാൻ കണ്ടു. എന്നാൽ ആ കാര്യം സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, വിവരങ്ങൾ വിവരങ്ങൾ കളിമണ്ണ് കൂടാതെ എനിക്ക് ഇഷ്ടിക ഉണ്ടാക്കാൻ പറ്റില്ല വാട്സൺ. അത്തരമൊരു ജോലി എൻ്റെ ഒരു സഹോദരിയും സ്വീകരിക്കുമായിരുന്നില്ല, ഞാൻ സമ്മതിക്കുമായിരുന്നില്ല എന്ന് അദ്ദേഹം എപ്പോഴും പിറുപിറുത്തുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഇന്നലെ രാത്രിയിൽ വളരെ വൈകി ഞങ്ങൾക്ക് ഒരു കമ്പി കിട്ടി. അതിനു മുമ്പ് ഞാൻ അകത്തേക്ക് പോയിരുന്നു. രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഗവേഷണത്തിൽ ഹോംസ് ചിലപ്പോൾ മുഴുകാറുണ്ടല്ലോ. അത്തരമൊന്ന് അദ്ദേഹം ആരംഭിക്കുകയായിരുന്നു. ആ അവസരത്തിൽ ചില പരീക്ഷണ ഉപകരണങ്ങളുടെ നടുവിലായിരുന്നു അദ്ദേഹം. പിറ്റേന്ന് രാവിലെ ഭക്ഷണത്തിന് വരുമ്പോഴും അതേ നിലയിലാണ് കണ്ടത്. അദ്ദേഹം ഒരു മഞ്ഞ കവർ തുറന്ന് സന്ദേശം ഓടിച്ചു നോക്കി. അതെൻ്റെ അടുത്തേക്കിട്ടു. ബ്രാഡ്ഷായിലേക്കുള്ള തീവണ്ടിയുടെ സമയമൊന്ന് നോക്കൂ വാട്സൺ. രാസപഠനം തുടർന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. സന്ദേശം ഹ്രസ്വവും അടിയന്തരവുമായിരുന്നു. ദയവായി നാളെ ഉച്ചയ്ക്ക് വിഞ്ചെസ്റ്ററിലെ ബ്ലാക്ക് സ്വാൻ ഹോട്ടലിൽ വരണം.
എനിക്ക് ഗതി മുട്ടിയിരിക്കുന്നു എന്ന് ഹണ്ടർ. എന്നെ നോക്കിക്കൊണ്ട് ഹോംസ് ചോദിച്ചു. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ? വരാൻ ആഗ്രഹിക്കുന്നു ഹോംസ്.